പക്ഷേ അതേസമയം തന്നെ സ്ഥിരമായിട്ട് അച്ഛന്മാരെ വിമർശിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് കൊടിയ നിരീശ്വരന്മാരുണ്ടാകും. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രഭു അങ്ങനെ നല്ല വിത്തല്ലേ വിതച്ചത്, കടകളെങ്ങനെ ഉണ്ടായി. ഇപ്പം ദൈവം വിതക്കുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ അത് എടുത്ത് മാറ്റും. ഇപ്പം കാറ്റഗിസത്തിൻ്റെ ദിവസങ്ങളിൽ കല്യാണത്തിന് മക്കളെയും പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മമാരില്ലേ, അപ്പോൾ അമ്മമാരുടെ മുമ്പിൽ പിള്ളേർക്ക് മനസ്സാകും കാറ്റഗിസത്തിൽ വലിയ കാര്യമൊന്നുമില്ല, അമ്മയല്ലേ ദൈവം അവരുടെ. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ തന്നെ ഇപ്പം നിങ്ങളെ മക്കൾ കഞ്ചാവാണ്, മക്കളെ പോലീസ് പിടിച്ചു, അവരൊന്നും ചെയ്തില്ല വെച്ചാൽ എന്നൊക്കെ നിലയം പിടിച്ച് വരികയല്ലേ. അപ്പോഴേ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ നല്ല കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവപേടി കൊടുക്കാതെ അടിയന്തരത്തിന് അനിയത്തിൻ്റെ കല്യാണം മനസ്സമ്മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറ്റഗിസം മുടക്കി ഇതിനൊക്കെ വലിച്ചുകൊണ്ട് പോകണില്ലേ. അതിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം അത് അന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങളെ എടുത്ത് കളഞ്ഞു, അത് ശത്രു ചെയ്ത പണിയാണെന്ന് അപ്പം നമുക്കറിയത്തില്ല. പിന്നീട് ഇത് തിരിച്ചു വരും എല്ലാം കൂടി. അപ്പം നമ്മൾ താങ്ങത്തില്ല, ജയിലിൽ പോയി കാണേണ്ടി വരും. അതാണ് പ്രശ്നം. ആരും കുറ്റം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ തന്നെ എപ്പോഴും സന്ദേഹമാണ്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് ഈ ഏരിയ പ്രത്യേകം പറയണത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കൂടെ നേരമൊക്കെ പോയി, ഞാൻ മാത്രം അവശേഷിച്ചു. അപ്പോൾ ദൈവത്തിരുസന്നിധി ചിലപ്പോൾ 99 പോയെന്ന് വരും. അപ്പോഴും നീ മാത്രം അവശേഷിക്കാൻ വേണ്ടി നിനക്കും എനിക്കും വേണ്ടി എഴുതിയ സുവിശേഷമാണിത്. ഞാൻ മാത്രം അവശേഷിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ആത്മീയ വീഴ്ചകളും വിശ്വാസ തകർച്ചകളും സംഭവിക്കുമ്പോഴും ഏലിയായെ പോലെ വിശ്വാസത്തിന്റെ പേരിലെ ദൈവസ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അതിജീവിക്കുവാൻ അവശേഷിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്.